ഇനി നമുക്ക് ഈ സെൻറ്റൻസുകളെ നെഗറ്റീവ് ആക്കണം. നെഗറ്റീവ് ആക്കണമെങ്കിൽ നമുക്കിവിടെ യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. നേരെ ഹാവിനെയും ഹാസിനെയും എടുത്തിട്ട് അതിൻ്റെ കൂടെ നോട്ട് ഇടാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ആ ടെൻഷൻ ഇല്ല. ഡസിനും പുറത്തേക്ക് എടുക്കേണ്ട കാര്യം പുറത്തേക്ക് എടുത്ത് അതിന് നോട്ട് ഇട്ട് അതൊന്നും വേണ്ട. അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഐ ഹാവ് എ മീറ്റിംഗ് എന്നാണ്. അതിന് നമ്മൾ നെഗറ്റീവ് ആക്കിയിരുന്നത് ഐ ഡോണ്ട് ഹാവ് എ മീറ്റിംഗ് എന്നാണ്. ഡോണ്ട് ഹാവ് ഒക്കെ ചേർത്തു. ബൈക്കുണ്ട്, ഐ ഹാവ് എ ബൈക്ക്, എനിക്കൊരു ബൈക്ക് ഇല്ല, ഐ ഡോണ്ട് ഹാവ് എ ബൈക്ക്. ഇവിടെ ഡോണ്ട് വന്നു. പക്ഷെ നമ്മളിപ്പോൾ പറയുന്നത് വെർബാണ് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു വെർബാ പറയുന്നത്, ഒരു ഒബ്ജക്റ്റ് അല്ല പറയുന്നത്. ഒബ്ജക്റ്റ് പറയുമ്പോഴാണ് നമ്മൾ ഡു നോട്ട് ഹാവും അതുപോലെ ഡസിൻ്റെ ഹാവ് ഒക്കെ വരേണ്ടത്. വെർബ് പറയുമ്പോൾ ഒരു ടെൻഷനും ഇല്ല, നേരെ ഹാവിൻ്റും ഹാസിൻ്റും പറയാം. എന്ന് വെച്ചാൽ ഞാൻ പല്ല് തേച്ചിട്ടുണ്ട് എന്നങ്ങനെ പറയാം, ഐ ഹാവ് ബ്രഷ്ഡ്. ഐ ഹാവ് ബ്രഷ്ഡ്. ഇനി ഇതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഹാവിൻ്റെ കൂടെ നേരെ നോട്ട് ഇട്ടാൽ മതി. അപ്പം എങ്ങനെ പറയും? I have not brushed. അല്ലെങ്കിൽ I haven't brushed. I haven't brushed. ഞാൻ പല്ല് തേച്ചിട്ടില്ല. പക്ഷെ I haven't a car എന്ന് പറയാൻ പറ്റില്ല. അതൊരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് ആവുമ്പോൾ ആ ഹാവ് എന്ന് പറയുന്നത് അവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വരുന്ന സ്ട്രക്ചറിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഹാവിൻ്റെ ഉള്ളിലുള്ള ഡൂനെ പുറത്തെടുക്കണം. എന്നിട്ട് ഐ ഡോണ്ട് ഹാവ് എ കാർ എന്ന് പറയുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ഐ ഡോണ്ട് ഹാവ് എന്ന് പറയണ്ട, ഐ ഹാവിൻറ്റ് ബ്രഷ്ഡ് അല്ലെങ്കിൽ ഐ ഹാവ് നോട്ട് ബ്രഷ്ഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റൻസ് പറഞ്ഞു നോക്കാം. ഓക്കെ, അവൾ ലൈസൻസ് എടുത്തിട്ടില്ല. ഷീ ഹാസൻ ടേക്കൺ ലൈസൻസ്. ടേക്ക്, ടുക്ക്, ടേക്കൺ. അവൾ ലൈസൻസ് എടുത്തിട്ടില്ല. ഞാനൊരു കത്ത് അവന് നൽകിയിട്ടില്ല എന്ന് പറയണം. നൽകിയിട്ടില്ല. അപ്പോ ഐ ഹാവിൻറ്റ് ഗിവൺ ലെറ്റർ. ഐ ഹാവിൻ ഗിവൺ ഹിം എ ലെറ്റർ. ഞാൻ അവന് ഒരു കത്ത് നൽകിയിട്ടില്ല. അപ്പൊ ഗിവൺ ഹിം എ ലെറ്റർ. ഞാൻ പഞ്ചായത്തിൽ പോയിട്ടില്ല. പഞ്ചായത്ത്. ഞാൻ പഞ്ചായത്തിൽ പോയിട്ടില്ല. പഞ്ചായത്തിൽ പോയിട്ടില്ല. ഞാൻ പഞ്ചായത്തിൽ പോയിട്ടില്ല. എങ്ങനെ പറയും? ഐ ഹാവിൻറ്റ് ഗോൺ പഞ്ചായത്ത്. ഐ ഹാവിൻ ഗോൺ ടു പഞ്ചായത്ത്. ഞാൻ പഞ്ചായത്തിലേക്ക് പോയിട്ടില്ല. ഇനി ഇത് വെച്ച് ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാമല്ലോ. വളരെ ഈസിയാണ്. നമ്മൾ ഉണ്ടാക്കിയ സെൻറ്റൻസിൽ നിന്നും ഹാവിനെയോ ഹാസിനെയോ പുറത്തെടുത്തിട്ട് സെൻറ്റൻസ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദ്യമാവും. അതുപോലെ ഹാസിൻ്റിനെയോ ഹാവിൻ്റിനെയോ പുറത്തെടുത്തിട്ട് ചോദിച്ചാൽ അതും ചോദ്യമായിട്ട് മാറും. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ അത് പറഞ്ഞ് ഇനി കുറേ നീട്ടുന്നില്ല. 1-2 എക്സാമ്പിൾസ് മാത്രം പറയാം കേട്ടോ. നീ ചായ കുടിച്ചിട്ടുണ്ടോ? ചായ കുടിച്ചിട്ടുണ്ടോ? ഹാവ് യു ഡ്രിങ്ക് ടീ? ഡ്രിങ്ക് ടീ അല്ല പറയാ. ഹാവ് യു ഡ്രിങ്ക് ഡ്രാങ്ക് ഡ്രങ്ക് ടീ. പറഞ്ഞേ. ഹാവ് യു ഡ്രങ്ക് ടീ? ഹാവ് യു ഡ്രങ്ക് ടീ? നീ ചായ കുടിച്ചിട്ടുണ്ടോ? നീ പല്ല് തേച്ചിട്ടുണ്ടോ? അപ്പോ ഹാവ് യു ബ്രഷ്ഡ്. അത്രേ ഉള്ളൂ. ഹാവ് യു ബ്രഷ്ഡ് ടീത്ത്? നീ പല്ല് തേച്ചിട്ടുണ്ടോ? ഇനിയോ? അവൾ കളിച്ചിട്ടുണ്ടോ? പറ, എന്തേലും പറ. അവൾ കളിച്ചിട്ടുണ്ടോ? ഹാസ് ഷീ പ്ലേഡ്? അത്രേ ഉള്ളൂ. ഹാസ് ഷീ പ്ലേഡ്. ഇങ്ങനെയുള്ളൂ. എന്ത് വേണമെങ്കിൽ ചേർക്കാം. അതായത് ഹാവ് വെച്ചിട്ടാണെങ്കിൽ അയ്യോ ദേവി, ഹാസ് വെച്ചിട്ടാണെങ്കിൽ ഹീ ഷീ ഇറ്റ് ഒരു പേര്, ഇത്രയും വരും. ഇനി ഹാസിൻ്റെ ആണെങ്കിലും ഹാവിൻ്റെ ആണെങ്കിലും സെയിം തന്നെ. ഹാവിൻഡ് യു പ്ലേഡ്? നീ കളിച്ചിട്ടില്ലേ എന്നാവും. ഓക്കെ. ഹാസിൻഡ് ഹീ ഗോൺ? അവൻ പോയിട്ട് ഇല്ലേ എന്നാവും. അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ കൂടുതൽ പറയുന്നില്ല, കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല. ഇനി നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട, തെറ്റുവരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പോൾ പറയുന്നത്. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അതായത് നമ്മൾ ആദ്യം പഠിച്ചൊരു ടെൻസ് ഉണ്ടായിരുന്നു, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അതായത് ഞാൻ പോകാറുണ്ട്. ഞാൻ പോകാറുണ്ട് എന്ന് പറയുന്നതും ഞാൻ പോയിട്ടുണ്ട് എന്ന് പറയുന്നതും രണ്ടിലും ഈ ഉണ്ട് എന്നുള്ള വാക്കുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഇത് തെറ്റിപ്പോവും. എല്ലാവർക്കും തെറ്റിപ്പോകുന്ന സംഭവമാണ്. മിലിക്കുട്ടിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലായിരുന്നില്ല. ഒരു 5-6 മാസങ്ങളോളൊക്കെ ഇപ്പോഴും തെറ്റും. ചിലപ്പോൾ 5-6 മാസങ്ങളോളൊക്കെ ഞാൻ ഇത് പറഞ്ഞ് കുറേ സമയം വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ പോയിട്ടുണ്ട് എന്ന് പറയുന്നതും പോകാറുണ്ട് എന്ന് പറയുന്നത് തിരിച്ചറിയുന്നത് ഈ ആറുണ്ട് എന്ന സൗണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആറുണ്ട് എന്ന് തന്നെ പറഞ്ഞ് പഠിക്കണം. എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്, പതിവായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിലൊരു 6 ഉണ്ടാവും. 6. ഓക്കെ, 6 അപ്പോൾ ഈ 6 എന്ന് വന്നാൽ അത് പതിവായിട്ടുള്ള ശീലമാണ്, എന്നും ചെയ്യുന്ന കാര്യമാണ് എന്ന് ഓർക്കുക. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം.
ഞാൻ എന്നും കുളിക്കാറുണ്ട്. ഞാൻ കുളിക്കാറുണ്ട്. ആ അപ്പൊ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് ആറുണ്ട്. ആ മറ്റൊരു ആറുണ്ട് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ ഉണ്ട് ഉണ്ട് എന്നല്ല കേൾക്കണ്ടേ, 6 എന്നുള്ള വാക്ക് അതിലുണ്ടോന്നാണ് ശ്രദ്ധിക്കണ്ടേ. അല്ലാതെ ഉണ്ട് ഉണ്ട് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ കിട്ടൂല. അപ്പോ ചോദ്യം എന്തായിരുന്നു? നീ കുളിക്കാറുണ്ട് എങ്ങനെ പറയാ? അപ്പോ യു ടേക്ക് എ ബാത്ത്. യു ടേക്ക് എ ബാത്ത് അല്ലെ, നീ കുളിക്കാറുണ്ട്, അത് എന്നും ചെയ്യുന്ന കാര്യമാണ്. ഇനിയിപ്പോ ആള് കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടാ, അപ്പൊ ചോദിക്കുകയാണ്. അപ്പൊ നമ്മള് ആളോട് ചോദിക്കുമ്പോൾ അയാൾ പറയാണ് ഞാൻ കുളിച്ചിട്ടുണ്ട്. അപ്പൊ കുളി കഴിഞ്ഞു, കുളിച്ചിട്ടുണ്ട്. ഐ ഹാവ് ടേക്കൺ ബാത്ത്. വ്യത്യാസം മനസ്സിലായില്ലേ? ഒരു സ്ഥലത്ത് നമ്മൾ ഐ ടേക്ക് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അതായത് വെർബിന്റെ 1ാമത്തെ രൂപം മാത്രമേ പറഞ്ഞുള്ളൂ. അടുത്ത സ്ഥലത്ത് ഐ ഹാവ് ടേക്കൺ, ഹാവ് കഴിഞ്ഞിട്ട് വെർബിന്റെ 3ാമത്തെ രൂപം വെച്ചിട്ടാണ് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കിയത്. ഇത് എപ്പോഴും എല്ലാവർക്കും തെറ്റിപ്പോവും, കൺഫ്യൂഷനുള്ളൊരു പാർട്ടാണ്. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കട്ടോ. കുറേ പ്രാവശ്യം പറഞ്ഞ് പഠിക്കണം, എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ അടുത്തത് മിൽക്കുട്ടി കുറച്ച് സെന്റൻസ് പറയട്ടോ, ഒന്ന് പറഞ്ഞു നോട്ടെ. ഓക്കെ. അവളെന്നും ലൂഡോ കളിക്കാറുണ്ട്. അവളെന്നും ലൂഡോ കളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അവളാണ്, സിംഗുലർ ആണ്. അപ്പൊ കളിക്കാറുണ്ട്. എന്താ അറിയോ, ഞാൻ കളിക്കാറുണ്ട്. എന്നാ പറഞ്ഞോ, അവൾ എന്നും കളിക്കാറുണ്ട് എങ്ങനെ പറയും? ഷീ പ്ലേസ് ലൂഡോ. ഷീ പ്ലേസ് പറഞ്ഞു അല്ലേ, കാരണം എസ് ചേർക്കണം. അതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഷീ പ്ലേസ് ലൂഡോ, അവൾ ലൂഡോ കളിക്കാറുണ്ട്. ശരിയാണ്. ഓക്കെ, ഇനി അവൾ ലൂഡോ കളിച്ചിട്ടുണ്ട് എന്നാണെങ്കിലോ? അപ്പൊ ഷീ ഹാസ് പ്ലേഡ് ലൂഡോ. ഷീ ഹാസ് പ്ലേഡ് ലൂഡോ. ഇതാണ് വ്യത്യാസം കേട്ടോ. അപ്പൊ ആ വ്യത്യാസം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കുറേ കൺഫ്യൂഷൻസ് ഉള്ള പാർട്ടൊക്കെ നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് കൺക്ലൂഷൻ ഇതാണ്: നമുക്കൊരു കാര്യം ഉണ്ട് എന്ന് പറയാൻ ഹാവ് ഹാസും മാത്രം പറഞ്ഞാൽ മതി. ഐ ഹാവ് എ പെൻ. ഇനിയോ ഹി ഹാസ് എ പെൻ, അവനൊരു പെന്നുണ്ട്. അവനൊരു പെൻ ഇല്ലാതാണെങ്കിൽ ഹി ഡസിൻ ഹാവ് എ പെൻ, ഐ ഡോണ്ട് ഹാവ് എ പെൻ, ഇങ്ങനെയാണ് പറയാം. ഇനി ഞാനൊരു കാര്യം ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ ഡോണ്ടും ഡസിൻ്റെ ഒന്നും അവിടെ കാണൂല, ഹാവ് ഹാസും മാത്രം എടുത്തിട്ട് നോട്ടിട്ടാൽ മതി. അതായത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഐ ഹാവ് വർക്ക്ഡ്, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ഐ ഹാവിൻറ്റ് വർക്ക്ഡ്. ഓക്കെ, ഇനി അവൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, ഷീ ഹാസ് ഫിനിഷ്ഡ്. അവൾ ഫിനിഷ് ചെയ്തിട്ടില്ല, ഷീ ഹാസിൻറ്റ് ഫിനിഷ്ഡ്. ഇത്രേ ഉള്ളൂ. ഈ സംഭവം, ഈ പ്രധാനപ്പെട്ട ഈ ഒരു സംഭവം മാത്രം നിങ്ങൾ മനസ്സിൽ പിടിക്കുക. ഇതാണ് ഏറ്റവും കൂടുതൽ തെറ്റുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസും, അതായത് പോകാറുണ്ട്, പോയിട്ടുണ്ട് എന്നുള്ള ആ ആറുണ്ട് എന്ന സംഭവം നിങ്ങൾ മനസ്സിലേക്ക് ഒന്ന് പിടിക്കുക. ഇതാണ് പ്രധാനമായിട്ടും ഈ ടെൻസ് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യം കേട്ടോ. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം: എന്നെ ആരോ വിളിച്ചിട്ടുണ്ട്. എന്നെ ആരോ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പറയാന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. അതുപോലെ മിൽക്കുട്ടിക്ക് ഒരു ചോദ്യമുണ്ട്. അവൾ കാർ ഓടിച്ചിട്ടില്ലേ? അവൾ കാർ ഓടിച്ചിട്ടില്ലേ? ഓക്കെ, ചോദ്യമാണ് അവൾ കാർ ഓടിച്ചിട്ട് ഇല്ലേ. അപ്പൊ ആദ്യം കാർ ഓടിച്ചിട്ടുണ്ട് എന്നാക്കുക, എന്നിട്ട് അതിനെ ഇല്ല എന്നാക്കുക, എന്നിട്ട് ആ ഓക്സിലറിയിൽ തുടങ്ങുക. അതായത് ആ ഓക്സിലറിനെ സബ്ജക്റ്റിന്റെ ഫ്രണ്ടിലേക്ക് ഇടുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അതിനേക്കാളും സിമ്പിൾ എന്താ വെച്ചാല് നമ്മളിപ്പോ ഇല്ല പറയാ, അതിനടുത്ത് ചോദിക്കുക. അത് കിട്ടാത്ത ആളുകൾക്ക് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറക്കാതെ വീഡിയോസ് മൊത്തം കാണുക. കാണാത്ത ആളുകൾ എല്ലാ വീഡിയോസും എടുത്ത് കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കോമന്റ് ബോക്സിലും എൻ സ്ക്രീനിലും ഞാൻ ലിങ്ക് പിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ബൈ.